അസ്സലാമലൈക്കും വറഹമത്തുള്ള. എന്തൊക്കെയാണ് ചങ്കള വിശേഷങ്ങളൊക്കെ? സുഖല്ല, റാഹത്തല്ലേ? ചങ്കള ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജോബ് വേക്കൻസിൻ്റെ. രണ്ട് ആൾക്ക് ജോബ് ഉണ്ട്. ഒരാൾക്ക് നാട്ടിലെ ഒരാൾക്കും അതുപോലെ സൗദിയിലെ ഒരാൾക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടിനും ഞാൻ സാലറി പറഞ്ഞ 1500 റിയാലാണ്. ഒരാൾക്ക് 1500 റൂമും ഫുഡും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉള്ള ആൾക്ക് നാട്ടിൽ നിന്ന് ഇന്ത്യൻ ലൈസൻസ് ഇല്ല പുതിയ ഒരാൾ സൗദിക്ക് വരികയാണെന്ന് വെച്ചാൽ 1500 റിയാൽ റൂം ഉണ്ടാവുള്ളൂ. അതെല്ലാവർക്കും അറിയാം. പിന്നെ ആ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കമന്റുകൾ വന്ന് കിടക്കുന്നുണ്ട്. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷനാണ്. കാരണം നമ്മളതിന് 1 റിയാൽ കമ്മീഷൻ മേടിച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാം. അത് നിങ്ങൾക്ക് അറിയാം. കാരണം പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് 1500 റിയാൽ ശമ്പളം ഉണ്ടാവുക എന്നുള്ളതും അറിയാം. പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞു 10 വണ്ടിയിൽ 9 ഒഴിവാക്കിയിട്ട് ഒരു വണ്ടി കഴുകി കൊടുക്കാന്നുള്ളൊരിത് പറഞ്ഞു. കാരണം ഞാൻ സൗദി അറേബ്യക്ക് ഫസ്റ്റായിട്ട് വരുമ്പോൾ 1200 റിയാലും റൂമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. 65,000 റുപ്യ വിസ കൊടുത്തിട്ടാണ് ഞാൻ അന്ന് കയറി വന്നത്. ഒരുപാട് ആളുകളോട് വിസ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും നമുക്ക് ഒരാളൊരു വിസയും കാര്യങ്ങളൊന്നും തരാണ്ടായില്ല. പക്ഷെ നമ്മൾ കുറേ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ജോബ് വേക്കൻസി ഫ്രീ ആയിട്ട് കിട്ടുന്ന വിസകളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബോ ഫേസ്ബുക്കോ ടിക്ടോക്കോ ഇൻസ്റ്റയിലോ ഏത് തുറന്നു നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇവിടെ ഒരു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളിൽ നിന്ന് 1 റിയാലിൻ്റെ വെള്ളം പോലും ഞാൻ ആരും മേടിച്ച് കുടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വിസകളാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ക്യാഷിൻ്റെതാണെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. അത്രയും ഞാൻ ചെയ്ത് കൊടുക്കലുള്ളൂ. അപ്പം അതല്ലെങ്കിൽ ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത്ര ആളുകൾ ഇപ്പം എനിക്ക് അതിൽ മെസ്സേജ് അയച്ചുകൊണ്ട് അറിയാം. അതിലിപ്പോൾ ഞാൻ 7 ആൾക്കാരെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ സെൻഡാക്കി കൊടുത്തിരിക്കണം. അതിലൊരാളെ സെലക്ട് ചെയ്തിട്ട് അവർ പറയും. അപ്പോൾ അവരെ നമ്പർ കൊടുക്കും. ഇൻഷാ അള്ളാ അവർക്ക് ആ ജോബ് കിട്ടിയ ഹൈറാത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നിന്ന് കമ്മീഷനോ കാര്യങ്ങളോ വാങ്ങിയിട്ടല്ല. പിന്നെ നിങ്ങൾ ഈ 2500 3000 ഒക്കെ വിസകളോ ജോബ് വേക്കൻസികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇന്നിപ്പോൾ എനിക്ക് 3 ജോബ് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ തന്നെയാണ്. തെനാസിലെടുക്കും, ബർഗറിൻ്റെ ഷോപ്പിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് 1500 റിയാലാണ് ഒരു സാലറി പറഞ്ഞത്. റൂമും ഫുഡും 1500 റിയാലും തെനാസിലൊക്കെ എടുക്കും. സാലറി 2 മാസം കഴിഞ്ഞ് കൂട്ടി കൊടുക്കും എന്നൊക്കെ ഒരു പറഞ്ഞു. ലൊക്കേഷൻ തമാമിലേക്കാണ്. അപ്പോൾ എനിക്കത് പറയാൻ മടിയായിരുന്നു. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ സാലറി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഇതിൽ നിന്ന് അവരൊന്നും നമ്മളൊന്നും മേടിക്കണില്ല, ജോബിന് കയറുന്നൊന്നും മേടിക്കണില്ല. പിന്നെ എന്താ നമുക്ക് ഇതിൽ നിന്ന് കിട്ടണേ? നമുക്ക് ഇവർ ഈ ഒരു ജോബിന് കയറുമ്പോൾ ഇവരെ കുടുംബത്തിന് ഇവർക്കൊരു ജോലിയായി കഴിഞ്ഞ് ഇവരെ കുടുംബത്തിന് കാശും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രാർത്ഥന, ഒരു ദുആ ഉണ്ടാവും. അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഏത് യൂട്യൂബും ടിക്ടോക്ക് ഇൻസ്റ്റയിൽ ഏതിൽ നോക്കിയാലും നിങ്ങൾക്ക് അറിയാം ജോബ് വേക്കൻസി ഒരുപാട് ഞാൻ ചെയ്തതാണ്. പിന്നെ എൻ്റെ ജോബിൻ്റെയും കാര്യങ്ങളും തിരക്കൊണ്ടാണ് ഞാൻ ജോബ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ കുറച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഇതുപോലുള്ള കമൻറ്റുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന നല്ല കമൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ 1500 വിസ ഉണ്ടെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആ കമൻറ്റ് ബോക്സിൽ തന്നെ, ഞാൻ വീഡിയോ ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ തന്നെ പല ആളുകളും ജോബിന് വേണ്ടിക്കേണ്ട ആളുകളെ ചോദിക്കലുണ്ട്. നിങ്ങൾ ചില വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയും, ബ്രോസ്റ്റിൻ്റെ കടയിലേക്ക് എനിക്കൊരാളെ വേണം, പിന്നെ ഒരു കുക്കിനെ വേണം, പൊറോട്ട മേക്കറെ വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ കിടക്കലുണ്ട്. നിങ്ങൾ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ അവർക്ക് തെനാസിൽ കൊടുക്കുക കാര്യങ്ങൾ എന്ത് വേണമെച്ചാലും ചെയ്തോളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് എക്സിറ്റ് 1ക്ക് പിന്നെ 10 കാറ് കഴുകാണ്ട് അതിന് ഒരുപാട് ആളുകൾ ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറേ പൈസ ഉണ്ടാകുന്നൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു പോകും. തീർച്ചയായിട്ടും എനിക്കും കൂടി പറയാനുള്ളത് ഇതുപോലുള്ള നല്ല ജോബ് വേക്കൻസികൾ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോയിൽ പറയുക, ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ട്. നമുക്കിപ്പോൾ ഒരു ഫായ്ദക്കോ ഇതിലൊന്നും വേണ്ടിയിട്ടല്ല, നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ജോലി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മളൊരു വീഡിയോ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇതുപോലുള്ള കമൻറ്റുകൾ നിങ്ങൾ ഇടുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഇപ്പം എന്നാ വന്ന ജോബ് വേക്കൻസിക്ക് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം, ഇല്ലാത്തവർക്ക് മെസ്സേജ് അയക്കണ്ട ഇൻഷാ അള്ളാ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല ജോബ് വേക്കൻസികൾ വരുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.